മരണപ്പെട്ട കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന താരമാണ്. തൻ്റെ പാഷൻ്റെ പിറകെ പോവുകയാണ് രേണു എന്ന് പറഞ്ഞേ മതിയാകൂ. മികച്ചൊരു അഭിനേത്രിയാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് രേണു സുധി. ഷോർട്സുകളിലൂടെയും റീലുകളിലൂടെയും നാടകത്തിലൂടെയുമെല്ലാം മലയാളികളുടെ മനസ്സ് പിടിച്ചു പറ്റാൻ രേണു സുധിക്ക് സാധിച്ചു. അതേസമയം വിമർശനങ്ങൾ അറിയിച്ചും നിരവധി ആരാധകർ എത്താറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിലൊന്നും തളരാതെ തൻ്റെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് രേണു. എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മോശം കമൻസുകളെല്ലാം കണ്ട് തനിക്ക് വളരെയധികം വിഷമമുണ്ടായിട്ടുണ്ടെന്ന് രേണു സുധി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് നിരവധി പേരെത്തിയിരുന്നു. രേണുവിന് കട്ട സപ്പോർട്ടുമായി ലക്ഷ്മി നക്ഷത്ര, ആരതി പൊടി എന്നിവർ അഭിപ്രായങ്ങളുമായി എത്തിയിരുന്നു. രേണു സുധിയെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രേണു ഇന്ന് വളരെയധികം സന്തോഷവതിയാണ്. അവർ അവരുടെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ആർക്ക് എന്ത് വിഷമമാണുള്ളത് എന്നാണ് ലക്ഷ്മി ചോദിച്ചത്. തൊട്ട് പിന്നാലെ റോബിൻ രാധാകൃഷ്ണൻ്റെ ഭാര്യയായി ആരതിയും തൻ്റെ അഭിപ്രായവുമായി എത്തിയിരുന്നു. മീഡിയയുടെ ചോദ്യത്തിനായിരുന്നു ആരതി മറുപടി പറഞ്ഞത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 ക്യാഷ് ഉണ്ടാക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 3യിലൂടെ ഏറ്റവും കൂടുതൽ പ്രശസ്തയായ വ്യക്തിയായിരുന്നു ഡോക്ടർ രഞ്ജിത്ത് കുമാർ. അദ്ദേഹം രേണുവിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അവരെ ഇനിയെങ്കിലും ഒന്ന് വേട്ടയാടാതിരിക്കൂ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അവരുടെ കാര്യത്തിൽ വെറുതെ എന്തിനാണ് അനാവശ്യമായി ഇടപെടുന്നത് എന്നതായിരുന്നു ഡോക്ടർ രഞ്ജിത്ത് കുമാർ അഭിപ്രായപ്പെട്ടത്. നിരവധി പേരാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെത്തിയത്. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷമാണ് രേണു സുധി അഭിനയ രംഗത്തേക്ക് കൂടുതലായി ചുവടുവെച്ചത്. തൻ്റെ മക്കളെ പോറ്റാനുള്ള മാർഗമായിട്ട് തന്നെയാണ് രേണു സുധി അഭിനയം തിരഞ്ഞെടുത്തത്. നിരവധി പേരാണ് രേണു സുധിക്ക് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നത്. അതിനോടൊപ്പം തന്നെ മഞ്ജു വാര്യറും രേണുവിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു.